നാടാകെ CPM-ന്റെ കമ്മിറ്റികൾ നടക്കുകയാണ്. ചിലയിടങ്ങളിൽ പുരോഗമിക്കുന്നുണ്ട്. ഒന്നൊഴിയാതെ എല്ലാ കമ്മിറ്റികളും ഒരേ സ്വരത്തിൽ വിമർശനം ഉന്നയിക്കുന്നത് അല്ലെങ്കിൽ വിമർശനത്തിന്റെ വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയാണ്. അടിമുതൽ മുടിവരെ തിരുത്തപ്പെടണമെന്ന് MA ബേബി, അതായത് മുതിർന്ന സഖാവ് തന്നെ പ്രഖ്യാപിക്കുന്നു. കൊല്ലം ജില്ലാ കമ്മിറ്റിയാണ് ഇത്തരത്തിൽ വാദഗതിക്ക് തുടക്കം കുറിച്ചത്. കൊല്ലം ജില്ലാ കമ്മിറ്റി അടിവരയിട്ട് പറയുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ടാണ് ജില്ലാ കമ്മിറ്റികളിൽ വിമർശനം ഉയരുന്നത്. രണ്ടാം പിണറായി സർക്കാരിലെ മന്ത്രിമാർക്ക് യാതൊരു എക്സ്പീരിയൻസുമില്ല. ഒന്നാം മന്ത്രിസഭയിലെ, അതായത് ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിമാരിൽ കഴിവുള്ള മികവുറ്റ മന്ത്രിമാരെ രണ്ടാം പിണറായി സർക്കാരിൽ ഉൾപ്പെടുത്താത്തത് ഇത്തരത്തിലുള്ള പരാജയത്തിന്, തെരഞ്ഞെടുപ്പ് പരാജയത്തിന്, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായി അല്ലെങ്കിൽ ആക്കം കൂട്ടി എന്നുവരെ അണികൾ വിമർശിക്കുന്നു. കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള പാർട്ടി സഖാക്കളും പ്രൈവറ്റ് സെക്രട്ടറിമാരുമൊക്കെ ഭരണം കൈയടക്കി വയ്ക്കുന്നു. പാർട്ടിക്ക് ഭരണത്തിൽ യാതൊരു റോളുമില്ല. റിട്ടയർഡായ IAS ഉദ്യോഗസ്ഥരെയും IPS ഉദ്യോഗസ്ഥരെയും വിടാതെ പിന്തുടർന്ന് പിടികൂടി വീണ്ടും സ്ഥാനമാനങ്ങൾ നൽകി അലങ്കരിക്കുന്നു. ഇതൊക്കെ എന്തിനാണ്, ആർക്കു വേണ്ടിയാണ് എന്നാണ് കൊല്ലം ജില്ലാ കമ്മിറ്റിയിലെ ആളുകൾ ചോദിക്കുന്നത്. ഇതൊക്കെ കേട്ടുകൊണ്ട് മൗനമായി ഇരിക്കാതെ പാർട്ടിയിലെ സമുന്നത നേതാവായ MA ബേബി ഇതൊക്കെ തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്, അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായ സജീവമായ ചർച്ചയാണ് കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ നടന്നതെന്ന് പറയുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ കൊല്ലത്ത് പാർലമെന്റ് ഇലക്ഷന് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച M മുകേഷ്, അദ്ദേഹത്തിൻ്റെ പേര് ആരാണ് നിർദ്ദേശിച്ചത് എന്നാണ് ജില്ലാ കമ്മിറ്റി ചോദിക്കുന്നത്. മുകേഷിനെ എന്തിന് വീണ്ടും സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചു? അദ്ദേഹം നിയമസഭയിലെ MLA ആണ്. രണ്ടാം തവണ ഈ MLA ആയി ജയിച്ച ആളാണ് M മുകേഷ്. അദ്ദേഹത്തെ എന്തിന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ സ്ഥാനാർത്ഥിയാക്കി? അത് ആര് പറഞ്ഞിട്ട്, ആരുടെ ഇഷ്ടാനുസരണമാണ് നടപ്പിലാക്കിയതെന്ന് PK ഗുരുദാസൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ചോദിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയതുപോലും ജില്ലാ കമ്മിറ്റിയുടെയോ അല്ലെങ്കിൽ പ്രാദേശിക നേതാക്കളുടെയോ അനുമതിയോടെയോ അല്ലെങ്കിൽ പിന്തുണയോടെയോ അല്ലെങ്കിൽ നിർദ്ദേശത്തോടെയോ അല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് കമ്മിറ്റികൾ. കോട്ടയം ജില്ലാ കമ്മിറ്റിയും അതുപോലെ തന്നെ എറണാകുളം ജില്ലാ കമ്മിറ്റിയും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയും ഒക്കെ CPM നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ശൈലി മാറ്റണമെന്ന് മാധ്യമങ്ങളല്ല, പാർട്ടിയിലെ ജില്ലാ കമ്മിറ്റിയിലെ നേതാക്കൾ തന്നെയാണ് ആവശ്യപ്പെടുന്നതെന്ന് അടിവരയിടുന്ന അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്, റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ചർച്ചകളിലൊക്കെ മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണം, അല്ലെങ്കിൽ അഹങ്കാരത്തോടുള്ള പെരുമാറ്റം മാറണം. മൈക്കിനോട് മാത്രമല്ല, പരിപാടി അവതരിപ്പിക്കാൻ നിൽക്കുന്ന ആങ്കറിനോട് വരെ ആംഗ്രി കാണിക്കുന്ന മുഖ്യമന്ത്രി പാർട്ടിക്ക് നാണക്കേടാണെന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നു. അങ്ങനെ ശക്തമായ ഭാഷയിൽ തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെയുള്ള CPM നേതാക്കൾ, അതായത് ജില്ലാ നേതാക്കൾ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഇനി എവിടെയാണ് തിരുത്തപ്പെടേണ്ടത്? അല്ല, ഇനി എവിടെയാണ് അസുഖം ബാധിച്ചത്? AK ബാലനോ തോമസ് ഐസക്കോ, എന്തിന് G സുധാകരനോ ഒക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ G സുധാകരനൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെയുള്ള പ്രശ്നങ്ങൾ മാത്രമാണോ പാർട്ടിക്കുള്ളിലുള്ളത് എന്ന് ചികഞ്ഞ് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. KK ശൈലജയെ പോലുള്ള വളരെ പ്രഗത്ഭരായ മന്ത്രിമാർ ഒന്നാം മന്ത്രിസഭയിലുണ്ടായിരുന്നു, അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്നു. തോമസ് ഐസക്കിനെ പോലുള്ള അനുഭവ പരിചയമുള്ള, അതായത് സാമ്പത്തിക ശാസ്ത്രത്തിൽ കൃത്യമായ ജ്ഞാനമുള്ള ആളുകൾ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു. പിന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെതിരെയും, അതായത് പ്രത്യേകിച്ച് R ബിന്ദുവിൻ്റെ വകുപ്പ്, V ശിവൻകുട്ടിയുടെ വകുപ്പിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമില്ല. അദ്ദേഹം വല്ലപ്പോഴും വിവാദ പരാമർശങ്ങളോ വാക്കുകളോ പ്രയോഗിക്കുന്നത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. R ബിന്ദു ബന്ധു നിയമനത്തിൻ്റെ മുഖമുദ്രയാണെന്ന് ചൂണ്ടിക്കാട്ടുന്നു കൊല്ലം ജില്ലയിൽ നിന്നുള്ള ചില നേതാക്കൾ. മറ്റു ജില്ലകളിലെ നേതാക്കളും ഇതൊക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒരുപക്ഷെങ്കിൽ തൃശ്ശൂരിലെ നേതാക്കൾ ഇക്കാര്യം പറയാൻ സാധ്യതയില്ലെന്നിരിക്കാം. ഒരുപക്ഷെ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള നേതാക്കൾ R ബിന്ദുവിനെ വിമർശിക്കാൻ വിമുഖത കാട്ടിയെന്നിരിക്കാം. എന്നാൽ കൊല്ലം ജില്ലയിലെ നേതാക്കൾ കൃത്യമായി പറയുന്നു, R ബിന്ദു ബന്ധുത്വ നിയമനത്തിൻ്റെ മുഖമുദ്രയാണ്, അടയാളമാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് യാതൊരുവിധ പുരോഗതിയും നടപ്പിലാക്കാൻ മന്ത്രി R ബിന്ദുവിന് കഴിഞ്ഞിട്ടില്ലെന്ന് കൊല്ലം ജില്ലാ കമ്മിറ്റിയിലെ നേതാക്കൾ പറയുന്നു. 4 വർഷ ബിരുദ കോഴ്സ് മറ്റു പല സംസ്ഥാനങ്ങളിലും തള്ളിക്കളഞ്ഞപ്പോൾ കേരളം ചടപടാന്ന് നടപ്പിലാക്കിയത് ആർക്കു വേണ്ടിയാണെന്ന് ചോദിക്കുന്നു. ആരെ പ്രീതിപ്പെടുത്താനാണ്, ഏത് വിദ്യാഭ്യാസ നയത്തെ പ്രീതിപ്പെടുത്താനാണ് ഇത്തരത്തിലൊരു നടപടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നടപ്പിലാക്കിയതെന്ന ചോദ്യമാണ് നേതാക്കൾ ഉന്നയിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ വകുപ്പുകളിലെയും, ആരോഗ്യ വകുപ്പിലാണെങ്കിൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ഭരിക്കുന്നത്, ആരോഗ്യ വകുപ്പിൻ്റെ മന്ത്രിയാണ് മണ്ഡലത്തിലെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് എന്ന തരത്തിലുള്ള വിമർശനം ഉയരുന്നു. അപ്പോൾ എല്ലാ വകുപ്പുകളെക്കുറിച്ചും ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി ഒഴിയണമെന്ന് നേതാക്കൾ ആവശ്യപ്പെടുന്നു.
മറ്റ് വകുപ്പുകളിലെ ഭരണം അല്ലെങ്കിൽ അവരുടെ അനുഭവ പരിചയക്കുറവ് പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു. ഈ മന്ത്രിമാർ മറ്റു മന്ത്രിമാരിൽ നിന്ന്, അതായത് മുൻ മന്ത്രിമാരിൽ നിന്ന് സാരോപദേശം അല്ലെങ്കിൽ ഉപദേശങ്ങൾ സ്വീകരിക്കണം, കൃത്യമായ കാര്യങ്ങൾ പഠിക്കണം എന്ന നിർദ്ദേശമായിരുന്നു. ഇനി ഇങ്ങനെയാണ് അടുത്ത നിയമസഭയിലേക്ക് CPM പോകുന്നതെങ്കിൽ ഗുരുതരമായ പരാജയം, അതായത് അടപടലം പൊട്ടും, 8 നിലയിൽ പൊട്ടും എന്ന കാര്യത്തിൽ തർക്കമില്ലെന്നും നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളൊന്നും പരസ്യമായി അവർ പറയില്ല. പരസ്യമായി മൈക്കിന് മുന്നെയോ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നെയോ പറയാൻ ഈ നേതാക്കളൊന്നും തയ്യാറാവുകയില്ല. ഏരിയ സെക്രട്ടറിമാർക്കും ലോക്കൽ സെക്രട്ടറിമാർക്കും ഒക്കെ വളരെയധികം വിഷമങ്ങളുണ്ട്. ലോക്കൽ സെക്രട്ടറിമാരെ പോലും തള്ളിയകറ്റുന്ന കമാൻഡോകളാണ് മുഖ്യമന്ത്രിക്കൊപ്പമുള്ളത്. അപ്പോൾ അങ്ങനെ പലർക്കും ഏരിയ സെക്രട്ടറിമാർക്ക് വിഷമമുണ്ട്, ലോക്കൽ സെക്രട്ടറിമാർക്ക് വിഷമമുണ്ട്, എന്തിന് ബ്രാഞ്ചിലെ അംഗങ്ങൾക്കും അവിടുത്തെ സെക്രട്ടറിമാർക്കുമൊക്കെ വിഷമങ്ങളുണ്ട്. ഇതൊക്കെ പരിഹരിക്കപ്പെടേണ്ടത് മന്ത്രിമാരും അല്ലെങ്കിൽ പരിഹരിക്കേണ്ടത് മന്ത്രിമാരും MLA മാരും ഒക്കെ ആണ് എന്ന കാര്യത്തിലും ആർക്കും തർക്കമുണ്ടാകണമെന്നില്ല. എന്നാൽ ജയിച്ചുപോയ MLA മാരും അധികാര കസേരയിൽ അടയിരിക്കുന്ന CPM മന്ത്രിമാരും വകുപ്പ് മന്ത്രിമാരും യാതൊരുവിധ കൺസിഡറേഷനും ഇത്തരം നേതാക്കൾക്ക് നൽകുന്നില്ല, നേതാക്കൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് നൽകുന്നില്ല എന്ന വിമർശനം ജില്ലാ കമ്മിറ്റികളിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. തീർച്ചയായും ഇതൊക്കെ കേട്ട് ജനങ്ങൾക്കൊപ്പം CPM നടക്കാൻ, ജനങ്ങളുടെ ഇഷ്ടാനുസരണം നടക്കാൻ തയ്യാറായില്ലെങ്കിൽ കേരളത്തിൽ CPM നേരിടാൻ പോകുന്നത് വൻ തകർച്ചയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല.